BMC റേഡിയോ മലയാളം വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ഐമാക് കൊച്ചിൻ കലാഭവൻ. കലാവിദ്യാർത്ഥികൾക്ക് പ്രിയപ്പെട്ട ബഹ്റൈനിലെ കലാകേന്ദ്രം. കൂടുതൽ വിവരങ്ങൾക്കായി സന്ദർശിക്കൂ www.bahrainmediacity.com. നമസ്കാരം, BMC റേഡിയോ മലയാളം വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ ധനു കൃഷ്ണ. ബഹ്റൈൻ ഇന്റർനാഷണൽ എയർ ഷോ നവംബർ 13 മുതൽ 15 വരെ സാക്കിർ എയർബേസിൽ വെച്ച് നടക്കും. ഹമദ് രാജാവിന്റെ രക്ഷാകർതൃത്വത്തിലും രാജാവിന്റെ വ്യക്തിഗത പ്രതിനിധി ഷെയ്ഖ് അബ്ദുള്ള ബിൻ ഹമദ് അൽ ഖലീഫയുടെ മേൽനോട്ടത്തിലുമായിരിക്കും പരിപാടി നടക്കുക. ബഹ്റൈൻ ഗതാഗത ടെലികമ്മ്യൂണിക്കേഷൻ മന്ത്രാലയം, റോയൽ ബഹ്റൈൻ എയർഫോഴ്സ്, ഫാർബണോ ഇന്റർനാഷണൽ എന്നിവയുടെ സഹകരണത്തോടെയാണ് ബഹ്റൈൻ ഇന്റർനാഷണൽ എയർ ഷോ സംഘടിപ്പിക്കുന്നത്. ഗതാഗത ടെലികമ്മ്യൂണിക്കേഷൻ മന്ത്രാലയവും ഗൾഫ് എയർ ഗ്രൂപ്പ് ഹോൾഡിംഗ് കമ്പനിയും എയർ ഷോ സ്പോൺസർഷിപ്പ് കരാറിൽ ഒപ്പുവെച്ചു. 2010 എയർ ഷോ ആരംഭിച്ചത്. 2011 മുതൽ രാജ്യത്ത് 2 വർഷത്തിലൊരിക്കൽ ഈ ഷോ നടത്തിവരികയാണ്. 7ാം തവണയും ബഹ്റൈനിൽ തന്നെ എയർ ഷോ നടക്കുന്നതിൽ അഭിമാനമുണ്ടെന്ന് ബഹ്റൈൻ ഇന്റർനാഷണൽ എയർ ഷോ ഡയറക്ടർ ജനറൽ യൂസിഫ് മഹ്മൂദ് പറഞ്ഞു. ഈ വർഷം നവംബറിൽ ബഹിരാകാശ പ്രതിരോധ മേഖലകളിലേക്ക് തങ്ങളുടെ വാതായനങ്ങൾ തുറക്കാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നുവെന്നും അദ്ദേഹം പറഞ്ഞു. ലോകത്തെമ്പാടുമുള്ള രാജ്യങ്ങളുടെ പ്രതിരോധ സംവിധാനങ്ങളും അവരുടെ വ്യോമഗതാഗത സംരംഭങ്ങളും അടക്കം പ്രദർശിപ്പിക്കുന്ന എയർ ഷോയിൽ വിമാനങ്ങളുടെ വ്യാപാരങ്ങളടക്കം നടക്കും. ഇത് രാജ്യത്തിന് വലിയ സാമ്പത്തിക ലാഭം നേടിയെടുക്കാൻ കഴിയുന്ന ഒരു പരിപാടിയായാണ് കണക്കാക്കുന്നത്. എയർ ഷോയിൽ ഇന്ത്യയിൽ നിന്നുള്ള വ്യോമ പ്രതിരോധ സംവിധാനങ്ങളുടെ പ്രദർശനവും ഉണ്ടാകാറുണ്ട്. റിഫ ക്ലോക്ക് ടവർ റൗണ്ട് എംബൌട്ടിന് സമീപം കാറിന് തീപിടിച്ചു. ഷെയ്ഖ് സൽമാൻ ഹവേയിലാണ് അപകടം. തീപിടുത്തം സിവിൽ ഡിഫൻസ് അണച്ചതായി ആഭ്യന്തര മന്ത്രാലയം അറിയിച്ചു. പരിക്കുകളൊന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ല. ഷോർട്ട് സർക്യൂട്ടാകാം തീപിടുത്തത്തിന് കാരണമെന്നാണ് പ്രാഥമിക നിഗമനം. ഹൃദയാഘാതത്തെ തുടർന്ന് പത്തനംതിട്ട സ്വദേശിയായ യുവാവ് ബഹ്റൈനിൽ നിര്യാതനായി. അടൂർ ആനന്ദപ്പള്ളി തെങ്ങുംതറയിൽ വൈശാഖാണ് മരിച്ചത്. ഇവാൻ അൽ ബഹ്റൈൻ കമ്പനിയിൽ എഞ്ചിനീയറായിരുന്നു. മുഹറക്കിലെ റൂമിൽ മരിച്ച നിലയിൽ കാണപ്പെടുകയായിരുന്നു. സഹപ്രവർത്തകർ വൈകുന്നേരം ജോലി കഴിഞ്ഞ് തിരിച്ചു വന്നപ്പോഴാണ് ബെഡിൽ മരിച്ച നിലയിൽ കണ്ടത്. പിതാവ് ഹരിക്കുട്ടൻ, മാതാവ് പ്രീത, സഹോദരൻ വിഘ്നേഷ്. ഒക്ടോബറിൽ വൈശാഖിന്റെ വിവാഹം നിശ്ചയിച്ചിരിക്കുകയായിരുന്നു. 2019 മുതൽ ബഹ്റൈനിലുണ്ട്. മൃതദേഹം നാട്ടിലേക്ക് കൊണ്ടുപോകുന്നതിനുള്ള നടപടിക്രമങ്ങൾ കമ്പനിയുടെയും ബഹ്റൈൻ പ്രതിഭയുടെയും നേതൃത്വത്തിൽ ചെയ്തു വരുന്നു. BFC ഗോൾഡ് ഫെസ്റ്റിവൽ ഗ്രാൻഡ് പ്രൈസ് നേടിയ ആളെ പ്രഖ്യാപിച്ചു. അലി ഇദ്രിസ് ഷേർ മുഹമ്മദ് ഷബീർ ഇബ്രാഹിമിനാണ് ഗ്രാൻഡ് പ്രൈസ്. 1/2 കിലോ ഗോൾഡ് ബാറാണ് സമ്മാനം. BFC CEO ദീപക് നായർ വിജയ്ക്ക് സമ്മാനം നൽകി. ഗോൾഡ് ഫെസ്റ്റിവൽ ക്യാമ്പയിനിൽ പങ്കെടുത്ത എല്ലാവരെയും നന്ദി അറിയിക്കുന്നതായും ഭാവിയിൽ കൂടുതൽ ആവേശകരമായ ഓഫറുകൾ ഉണ്ടാകുമെന്നും BFC അറിയിച്ചു. ആൽമണ്ട് ഫെസ്റ്റിവലിന്റെ 2ാം പതിപ്പ് ഈ വാരാന്ത്യത്തിൽ ബുദയ ബൊട്ടാണിക്കൽ ഗാർഡനിൽ നടക്കും. വെള്ളി മുതൽ ഞായർ വരെയാണ് ഫെസ്റ്റിവൽ. ബദാം ഉൽപ്പന്നങ്ങളുടെയും തൈകളുടെയും പ്രദർശനമുണ്ടായിരിക്കും. കുടുംബങ്ങളും കുട്ടികൾക്കുമായി വിവിധ വിനോദ പരിപാടികളും നടക്കും. വൈകിട്ട് 4 മുതൽ രാത്രി 8 വരെയാണ് പ്രവേശനം. സമസ്ത ബഹ്റൈൻ റിഫ ഏരിയ സമസ്ത സ്ഥാപക ദിനത്തോടനുബന്ധിച്ച് നല്ല കുടുംബം നന്മയുടെ വസന്തം എന്ന ശീർഷകത്തിൽ കുടുംബ സംഗമം സംഘടിപ്പിച്ചു. പ്രമുഖ പണ്ഡിതനും വാഗ്മിയുമായ അൻവർ മുഹ്യുദ്ദീൻ ഹുദവി മുഖ്യ പ്രഭാഷണം നടത്തി. പരിപാടിയിൽ കേന്ദ്ര കമ്മിറ്റി ഭാരവാഹികളായ VK കുഞ്ഞഹമ്മദ് ഹാജി, SM അബ്ദുൾ വാഹിദ്, മുഹമ്മദ് മുസ്ലിയാർ എടവണ്ണപ്പാറ, നൌഷാദ് SK, അബ്ദുൾ മജീദ് ചോലക്കോട് തുടങ്ങിയ സമസ്ത ബഹ്റൈൻ കേന്ദ്ര ഭാരവാഹികളും വിവിധ ഏരിയ നേതാക്കളും SKSSF നേതാക്കളും പ്രവർത്തകരും മദ്രസ രക്ഷിതാക്കളും പങ്കെടുത്തു. ഹംസ അൻവരി പ്രാർത്ഥന നടത്തിയ പരിപാടിയിൽ ഇസ്മയിൽ വേളം സ്വാഗതം ആശംസിച്ചു. കൊല്ലം പ്രവാസി അസോസിയേഷൻ ഹമദ് ടൗൺ ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ദേശീയ ഡോക്ടേഴ്സ് ദിനവും കൊല്ലം ജില്ലാ രൂപവൽകൃത ദിനവും ഹമദ് ടൗൺ അൽഹിലാൽ ഹോസ്പിറ്റലിൽ വെച്ച് കേക്ക് മുറിച്ച് ആഘോഷിച്ചു. ആഘോഷ പരിപാടി സാമൂഹിക പ്രവർത്തകൻ അമൽ ദേവ് ഉദ്ഘാടനം ചെയ്തു. ഏരിയ പ്രസിഡന്റ് ജ്യോതി പ്രമോദ് അധ്യക്ഷത വഹിച്ചു. ഏരിയ സെക്രട്ടറി റാഫി പരവൂർ സ്വാഗതവും ഏരിയ കോർഡിനേറ്റർ അജിത് ബാബു നന്ദിയും പറഞ്ഞു. അൽഹിലാൽ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റർ ശ്രീജിത്ത് ഗോകുൽ, ഏരിയ കോർഡിനേറ്റർ VM പ്രമോദ്, ഏരിയ ജോയിന്റ് സെക്രട്ടറി ബിനിത അജിത്, വൈസ് പ്രസിഡന്റ് വിനോദ് ചന്ദ്രൻ, ഡോക്ടർ അമൽ ഘോഷ്, ഡോക്ടർ ചേതൻ, ഡോക്ടർ രാജീവ്, ഡോക്ടർ ആദർശ്, ഡോക്ടർ ദീപ്തി, ഡോക്ടർ ഷിജ, ഡോക്ടർ അലക്സ്, ഡോക്ടർ ജയന്തി, ഡോക്ടർ രാവിന എന്നിവർ ആശംസകൾ അറിയിച്ച് സംസാരിച്ചു.
വേൾഡ് മലയാളി കൗൺസിൽ ബഹ്റൈൻ പ്രൊവിൻസ് സമ്മർ ഫിയസ്റ്റ 2024 കുടുംബ സംഗമം മിറാഡോർ ഹോട്ടലിൽ വിവിധ പരിപാടികളോടെ സംഘടിപ്പിച്ചു. സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെയുള്ള കുടുംബാംഗങ്ങൾ ആവേശത്തോടെ പങ്കെടുത്തു. ബഹ്റൈൻ പ്രൊവിൻസ് പ്രസിഡന്റ് ഇബ്രാഹിം സാമുവേൽ അധ്യക്ഷത വഹിച്ചു. WMC ബഹ്റൈൻ പ്രൊവിൻസ് ജനറൽ സെക്രട്ടറി അമിൽ ദേവ് സ്വാഗതം ആശംസിച്ചു. വൈസ് ചെയർമാൻമാരായ വിനോദ് നാരായണൻ, MM നസീർ, വൈസ് പ്രസിഡന്റ് തോമസ് വൈദ്യൻ, ട്രഷറർ ഹരീഷ് നായർ, വനിതാ വിഭാഗം പ്രസിഡന്റ് ഷെജിൻ എന്നിവർ സംസാരിച്ചു. പ്രശസ്ത നടിയും WMC കുടുംബാംഗവുമായ ഷീലയ റോബിൻ സെലിബ്രിറ്റി ഗസ്റ്റായിരുന്നു. KCA പ്രസിഡന്റ് സ്ഥാനത്തേക്ക് തെരഞ്ഞെടുക്കപ്പെട്ട ജെയിംസ് ജോൺ, WMC മിഡിൽ ഈസ്റ്റ് റീജിയൻ വൈസ് ചെയർപേഴ്സണായി തെരഞ്ഞെടുക്കപ്പെട്ട ഷെമിലി പി ജോൺ, പ്രശസ്ത നാടക സിനിമാ കലാകാരി ലിസി ജോൺ എന്നിവരെ ചടങ്ങിൽ പൊന്നാടയണിയിച്ച് ആദരിച്ചു. തുടർന്ന് കുടുംബാംഗങ്ങൾ അവതരിപ്പിച്ച വിവിധ കലാപരിപാടികൾ അരങ്ങേറി. WMC ബഹ്റൈൻ പ്രൊവിൻസ് വൈസ് ചെയർമാനും ഇന്റർനാഷണൽ ആർട്സ് ആൻഡ് കൾച്ചറൽ ഫോറം വൈസ് പ്രസിഡന്റുമായ വിനോദ് നാരായണന്റെ നേതൃത്വത്തിൽ വനിതാ വിഭാഗം പ്രസിഡന്റ് ഷെജിൻ, സെക്രട്ടറി ആനു അലൻ എന്നിവർ വിനോദ പരിപാടികൾ നിയന്ത്രിച്ചു. ഓഗസ്റ്റ് 2 മുതൽ 5 വരെ തിരുവനന്തപുരം ഹയാത്ത് റീജൻസിയിൽ നടക്കുന്ന ഗ്ലോബൽ കോൺഫറൻസിൽ 100 അംഗങ്ങളെ പങ്കെടുപ്പിക്കാൻ തീരുമാനിച്ചു. WMC വനിതാ വിഭാഗം വൈസ് പ്രസിഡന്റ് ഉഷ സുരേഷ് അവതാരകയായിരുന്നു. വനിതാ വിഭാഗം ജനറൽ സെക്രട്ടറി അനു അലക്സ് കൃതജ്ഞത രേഖപ്പെടുത്തി. സർക്കാർ ആശുപത്രിയിലെ അമ്മയും കുഞ്ഞും ആശുപത്രിയുടെ ജനറേറ്ററിൽ നിന്ന് പുക ശ്വസിച്ച വിദ്യാർത്ഥികൾ ആശുപത്രിക്ക് തൊട്ടടുത്ത ലിറ്റിൽ ഫ്ലവർ ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥികളെയാണ് അസ്വസ്ഥതയും ശ്വാസതടസ്സവുമായി കൂട്ടത്തോടെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. 50ഓളം വിദ്യാർത്ഥികൾ ജില്ലാ ആശുപത്രിയിലും അമ്മയും കുഞ്ഞും ആശുപത്രിയിലുമായി ചികിത്സ തേടി. വ്യാഴാഴ്ച രാവിലെ 11:30 ക്ലാസ് മുറിയിൽ ശാരീരിക അസ്വസ്ഥതകൾ അനുഭവപ്പെട്ട ഏതാനും കുട്ടികളെ ആശുപത്രിയിൽ എത്തിച്ചു. പിന്നാലെ കൂടുതൽ കുട്ടികൾ അസ്വസ്ഥരാവുകയും ചിലർ കുഴഞ്ഞു വീഴുകയും ചെയ്തു. സ്കൂൾ അധികൃതരും നാട്ടുകാരും ചേർന്നാണ് ആശുപത്രിയിൽ എത്തിച്ചത്. തുടർന്ന് മണിക്കൂറുകളോളം പരിഭ്രാന്തിയുടെ സമയമായിരുന്നു. +1, +2, 6, 7 ക്ലാസ്സുകളിലെ കുട്ടികൾക്കാണ് ആരോഗ്യ പ്രശ്നമുണ്ടായത്. സ്കൂളിന്റെ മതിലിനപ്പുറമുള്ള ആശുപത്രി വളപ്പിൽ സ്ഥാപിച്ച 164 കിലോവാട്ടിന്റെ ജനറേറ്ററിൽ നിന്നുള്ള പുക ശ്വസിച്ചാണ് കുട്ടികൾ ആശുപത്രിയിലായത്. സുരക്ഷാ മാനദണ്ഡങ്ങൾ ലംഘിച്ചാണ് ഇതിവിടെ സ്ഥാപിച്ചതെന്നാണ് സ്കൂളുമായി ബന്ധപ്പെട്ടവർ പറഞ്ഞത്. തകരാറുള്ള ജനറേറ്ററാണിതെന്നും വ്യക്തമാക്കിയിട്ടുണ്ട്. വിദ്യാർത്ഥി സംഘർഷമുണ്ടായ കൊയിലാണ്ടി ഗുരുദേവ കോളേജ് ഓഫ് അഡ്വാൻസ് സ്റ്റഡീസ് പ്രിൻസിപ്പലിന് പോലീസ് സംരക്ഷണം നൽകണമെന്ന് ഹൈക്കോടതി. ക്യാമ്പസിൽ അനിഷ്ട സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കാനും കോളേജിന്റെ സുഗമമായ പ്രവർത്തനം ഉറപ്പുവരുത്താനും വടകര ഡിവൈഎസ്പിയുടെ മേൽനോട്ടത്തിൽ കൊയിലാണ്ടി പോലീസ് കർശന നടപടി സ്വീകരിക്കണമെന്നാണ് ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രന്റെ ഉത്തരവ്. SFI വിദ്യാർത്ഥികളുടെ സംഘർഷത്തിൽ മർദ്ദനമേറ്റ പ്രിൻസിപ്പൽ ഡോക്ടർ സുനിൽ ഭാസ്കരനും മാനേജ്മെന്റും നൽകിയ ഹർജിയാണ് കോടതി പരിഗണിച്ചത്. SFI നേതാക്കളായ BR അഭിനവ്, MS അമൽജിത്ത്, MR അനുമാത്, KN ഷാജി തുടങ്ങിയവരെയും പോലീസിനെയും എതിർകക്ഷികളാക്കിയാണ് ഹർജി. ക്യാമ്പസിനകത്തും പുറത്തും അച്ചടക്കം ഉറപ്പുവരുത്താൻ മതിയായ നടപടി സ്വീകരിക്കണം. സംഘർഷത്തിന് പിന്നിൽ പ്രവർത്തിക്കുന്ന വിദ്യാർത്ഥികളെ അടക്കം നിയമം കയ്യിലെടുക്കാൻ ആരെയും അനുവദിക്കരുതെന്നും കോടതി നിർദ്ദേശിച്ചു. ഹർജി തിങ്കളാഴ്ച വീണ്ടും പരിഗണിക്കും. റേഷൻ വ്യാപാരികളുടെ പ്രശ്നങ്ങൾ ചർച്ച ചെയ്യാൻ ഭക്ഷ്യധനമന്ത്രിമാർ വിളിച്ച ചർച്ച പരാജയം. നിയമസഭാ കോൺഫറൻസ് ഹാളിൽ നടന്ന ചർച്ചയിൽ ഉന്നയിച്ച ആവശ്യങ്ങളിൽ ഒന്നിനു പോലും അനുകൂല മറുപടി ഉണ്ടാകാത്ത സാഹചര്യത്തിൽ ജൂലൈ 8, 9 തീയതികളിൽ നിശ്ചയിച്ച 48 മണിക്കൂർ കടയടപ്പ് സമരവുമായി മുന്നോട്ടു പോകാൻ റേഷൻ ഡീലേഴ്സ് കോർഡിനേഷൻ സംസ്ഥാന കമ്മിറ്റി തീരുമാനിച്ചു. വേതന പാക്കേജ് കാലോചിതമായി പരിഷ്കരിക്കണമെന്നും KPDC ആക്ടിലെ അപാകം പരിഹരിക്കണമെന്നുമായിരുന്നു പ്രധാന ആവശ്യം. ഇത് പഠിക്കാൻ മാസങ്ങൾക്ക് മുൻപ് ഭക്ഷ്യവകുപ്പ് ഉദ്യോഗസ്ഥതല കമ്മിറ്റിയെ നിയോഗിച്ചിരുന്നു. സംഘം ജൂൺ 10 റിപ്പോർട്ട് സർക്കാരിന് സമർപ്പിച്ചെങ്കിലും വിവരങ്ങൾ പുറത്തുവിടാൻ ഭക്ഷ്യമന്ത്രി തയ്യാറായില്ല. റിപ്പോർട്ടിന്റെ സംക്ഷിപ്ത രൂപം ജൂലൈ 10 പൊതുവിതരണ വകുപ്പ് കമ്മീഷണർ ഭക്ഷ്യവകുപ്പിന് കൈമാറുമെന്നും അതിനുശേഷം ചർച്ച ചെയ്യാമെന്നുമാണ് യോഗത്തിൽ അറിയിച്ചത്. റേഷൻ വ്യാപാരി ക്ഷേമനിധി പരിഷ്കരണത്തിന്റെ മുൻഗണനേതര കാർഡുകളിൽ നിന്ന് ₹1 വീതം മാസം പിരിക്കാൻ ഭക്ഷ്യവകുപ്പ് തത്വത്തിൽ തീരുമാനിച്ചെങ്കിലും മുന്നണിയുടെ രാഷ്ട്രീയ തീരുമാനമുണ്ടെങ്കിലേ നടപ്പാകൂവെന്നും ധനമന്ത്രി അറിയിച്ചു. പ്രവാസി ദോഹിയുടെ 27ാമത് ബഷീർ പുരസ്കാരം ശില്പി കാനായി കുഞ്ഞിരാമൻ. 50,000 രൂപയും ആർട്ടിസ്റ്റ് നമ്പൂതിരി രൂപകൽപ്പന ചെയ്ത ഗ്രാമഫോൺ ശില്പവും പ്രശസ്തി പത്രവും അടങ്ങുന്ന അവാർഡ് തിരൂർ തുഞ്ചൻ പറമ്പിൽ വെച്ച് നൽകുമെന്ന് ബഷീറിന്റെ മക്കളായ ഷാഹിന ബഷീർ, അനീഷ് ബഷീർ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. അവാർഡ് ജേതാവിന്റെ ഗ്രാമത്തിൽ നിന്ന് അദ്ദേഹം തന്നെ തിരഞ്ഞെടുക്കുന്ന മിടുക്കുള്ള വിദ്യാർത്ഥിക്ക് 15,000 രൂപയുടെ MN വിജയൻ സ്കോളർഷിപ്പും ചടങ്ങിൽ നൽകും. ദോഹയിലെ മലയാളികളുടെ സാംസ്കാരിക സംഘടനയായ പ്രവാസിയാണ് 30 വർഷം മുൻപ് പുരസ്കാരം ഏർപ്പെടുത്തിയത്. ഈ വാർത്തയോടുകൂടെ BMC റേഡിയോ മലയാളം വാർത്തകൾ സമാപിക്കുന്നു. നന്ദി, നമസ്കാരം.
BMC റേഡിയോ മലയാളം വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ഐമാക് കൊച്ചിൻ കലാഭവൻ. കലാവിദ്യാർത്ഥികൾക്ക് പ്രിയപ്പെട്ട ബഹ്റൈനിലെ കലാകേന്ദ്രം. കൂടുതൽ വിവരങ്ങൾക്കായി സന്ദർശിക്കൂ www.bahrainmediacity.com.